നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഫിസിയോതെറാപ്പി സെന്റർ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വലിയ ആശ്വാസമായിരുന്ന ഈ കേന്ദ്രം അടിയന്തരമായി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് LDF നഗരസഭാ സമിതി ആവശ്യപ്പെട്ടു. ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്ന ഈ സ്ഥാപനം അടച്ചുപൂട്ടിയത് വഴി സാധാരണക്കാരായ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുവാനാണോ നഗരസഭയുടെ ഈ നീക്കമെന്ന് സംശയിക്കുന്നതായും LDF നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം പറഞ്ഞു. നഗരസഭയിലെ ഭിന്നശേഷി വിഭാഗത്തിലെ ദുർബലരായ കുട്ടികൾക്ക് സൗജന്യമായി ഫിസിയോതെറാപ്പി നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ഫിസിയോതെറാപ്പി സെന്റർ ഇന്ന് 4 മാസത്തിലധികമായി നഗരസഭയിൽ അടച്ചുപൂട്ടിയതായാണ് കാണുന്നത്. LDFന്റെ ഭരണസമിതി ഭിന്നശേഷി മേഖലയിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്ക്, മികവുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ നഗരസഭയായിരുന്നു. ഈ നഗരസഭയിലാണ് പുതിയ ഭരണസമിതി സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിലവിൽ പൂർണ്ണമായി സൗജന്യമായി ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഈ അടച്ചുപൂട്ടിയ ഫിസിയോതെറാപ്പി സെന്റർ തുറന്ന് പ്രവർത്തിക്കണമെന്നും തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത പക്ഷം വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് LDF നേതൃത്വം നൽകുമെന്ന് ഭരണസമിതിയെ ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യ സേവനം ലഭിച്ചിരുന്ന കേന്ദ്രം അടച്ചതോടെ പാവപ്പെട്ട കുടുംബങ്ങൾ സ്വകാര്യ ഫിസിയോതെറാപ്പി സെന്ററുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. പ്രതിദിനം 300 മുതൽ 1500 രൂപ വരെ ഇതിനായി ഇവർക്ക് ചിലവാകുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നിലമ്പൂർ നഗരസഭയ്ക്ക് പുതിയ ഭരണസമിതിയുടെ ഈ അവഗണന തിരിച്ചടിയാണ്. മുൻ ഭരണസമിതിയുടെ നേട്ടങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് സെന്ററിനുള്ളിൽ ഉപയോഗിക്കാതെ നശിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പൊതുമുതൽ നശിപ്പിക്കലാണെന്നും പരാതിയുണ്ടെന്നും കക്കാടൻ റഹീം പറഞ്ഞു. SS Gold, pure gold. SS Group, Nilambur.